വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശ്യാമയും ഡോക്ടറും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് സത്യഭാമ അങ്ങോട്ടത്തേക്ക് ചെല്ലുന്നുണ്ട്. ഡോക്ടർ പോയതിന് ശേഷമാണ് ചെല്ലുന്നത്. അന്നേരം അത് ആ ഗൈനക്കോളജി ഡോക്ടറല്ലേ, നിൻ്റെ പ്രസവം നോക്കിയ എന്നിങ്ങനെ ഭാമ ശ്യാമയോട് ചോദിക്കുമ്പോൾ ശ്യാമ ആകെ പരുങ്ങുന്നുണ്ട്. അന്നേരം അതേന്ന് പറഞ്ഞിട്ട് എന്താ സത്യാമ്മ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഏത് ഇരട്ടക്കുട്ടികളുടെ കാര്യമാണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമയുടെ വ്യക്തമായിട്ടൊരു ഉത്തരം ഭാമയ്ക്ക് കൊടുക്കുന്നു. എന്തോ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് തടിയുരികയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം ഭാമയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. സത്യഭാമയാണെങ്കിൽ നേരെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ചോദ്യം ഡോക്ടറോട് ചോദിക്കാനും ഒരു മടി, പക്ഷേ ഭാമ ചോദിക്കുന്നുണ്ട്. ശ്യാമയുടെ ചേച്ചി ശാലിനി പ്രസവിച്ച കുട്ടിയാണോ സത്യ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ ഡോക്ടർ ആകെ ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന ആ ഒരു സീനെ കാണിക്കുന്നുള്ളൂ. പക്ഷേ അവിടെ സത്യഭാമയോട് ഡോക്ടർ കാര്യങ്ങൾ തുറന്നു പറയുമോ എന്നുള്ളതാണ്. മിക്കവാറും പറയുമായിരിക്കും. അത് നമുക്ക് നാളത്തെ എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. അതിന് സത്യം അറിയുന്ന ഭാമ എന്നാണ് കാണിക്കുന്നത്. മിക്കവാറും പറയുമായിരിക്കും. അതിനുശേഷം കാണിക്കുന്നത് ആ ഒരു കളക്ടറുടെ ക്യാബിനിലേക്ക് ജോൺ വരുമ്പോൾ ശാലിനി വിളിപ്പിക്കുന്നുണ്ട്. അന്നേരത്തേക്ക് വിഷ്ണു എത്തുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ കസേര അങ്ങ് തിരിഞ്ഞിരിക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് ADMന് കാരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. അടികൊണ്ടാണെങ്കിൽ ജോണാണെങ്കിൽ ആ മേശപ്പുറത്തേക്ക് അങ്ങ് വീഴുകയാണ്. അന്നേരം പക്ഷേ ശാലിനി മുഖം കൊടുക്കുന്നില്ല. ശാലിനി അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും വിഷ്ണു ആണെങ്കിൽ ജോണിനോട് സംസാരിക്കുന്നുണ്ട്. ഇനി ഒരു പ്രശ്നമായിട്ട് നീ വരികയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്ത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു തൻ്റെ വള ഇങ്ങനെ ഊരിയിട്ട് ആ വിരലുകൾക്കിടയിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ജോണിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് നിൻ്റെ മൂക്കിൻ്റെ പാല് ഞാൻ ഇടിപ്പിച്ച് തെറിപ്പിക്കും കേട്ടടാ പന്നി എന്നിങ്ങനെ പറഞ്ഞിട്ട് നായ ADM എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ജോൺ ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ജോൺ ആ വളയിലേക്ക് നോക്കുന്നുണ്ട്, വിഷ്ണുവിനെ നോക്കുകയാണ്. ഇടി കിട്ടുമെന്നുള്ള രീതിക്കാണ് നിന്നത്. പക്ഷേ അവിടെ വിഷ്ണു ഒരടിയെ കൊടുക്കുന്നുള്ളൂ, പിന്നീട് വള വെച്ചൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ശാലിനി ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ടില്ല എന്നുള്ള രീതിക്ക് ആ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. ഇത്രയുമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സത്യഭാമയുടെ ഡോക്ടറുടെ ക്യാമ്പിനുള്ള സീൻ എന്താവും എന്നുള്ളതാണ്. മിക്കവാറും ഭാമ സത്യം അറിയും. അതിനുശേഷമായിരിക്കും ഇവർ ആ പുതിയ വീട്ടിലേക്കൊക്കെ താമസമാകുന്നത്. പക്ഷേ ജോൺ ആണെങ്കിൽ ശാലിനിയെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കില്ല. എന്തോ ഒരു അപകടം അവിടെ ശാലിനിക്ക് ഉണ്ടാകുന്നുണ്ട്. അത് എന്താണെന്ന് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.